പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എക്സൽ VBS ഈ ഡിസംബർ മാസത്തെ പ്രത്യേക പ്രാർത്ഥനാ മാസമായി കരുതിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രാർത്ഥന വലിയൊരു ഉത്തരവാദിത്വമാണ്. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആ ഉത്തരവാദിത്വം. നമ്മൾ ഓരോരുത്തരും ആ ഒരു ഉത്തരവാദിത്തത്തെ ഏറ്റവും ആത്മാർത്ഥതയോടെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോ നിമിഷവും ആയിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ എൻ്റെ ചിന്താവിഷയവും പ്രാർത്ഥന എന്നുള്ളത് തന്നെയാണ്. ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞാൽ, നമ്മുടെ ഓരോ പ്രാർത്ഥനകളും, ഏതൊരു പ്രാർത്ഥനയും ആയിരിക്കട്ടെ, ഓരോ പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിൻ്റെ 3 വ്യത്യസ്ത മേഖലകളിൽ വിടുതലുകളായി പരിണമിക്കേണ്ടതുണ്ട്. ആ 3 വ്യത്യസ്ത മേഖലകളെക്കുറിച്ച് അല്പമായി ഒന്ന് വിശദീകരിച്ച് ഞാൻ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന സമയത്തിനുള്ളിൽ ഈ മെസ്സേജ് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും ദിനംതോറും പ്രാർത്ഥിക്കുന്നവരാണ്. പല ദിവസങ്ങളിൽ, വ്യത്യസ്തമായ സമയങ്ങളിൽ, വ്യത്യസ്തമായ രീതികളിലും ഭാവങ്ങളിലും ഒക്കെ കർത്താവിൻ്റെ മുന്നിൽ നമ്മൾ പ്രാർത്ഥനാ വിഷയങ്ങൾ അർപ്പിക്കാറുണ്ട്. ഓരോ പ്രാർത്ഥനയും അതിൻ്റെ പ്രോസസ്സിൽ കൂടി നടന്നു പോയിട്ട് മാത്രമേ അത് റിസൾട്ടായി പരിണമിക്കുകയുള്ളൂ. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ അധികം ആമുഖങ്ങളില്ലാതെ നമുക്ക് വചനത്തിലേക്ക് കടക്കാം. 3 മേഖലകൾ ഞാൻ ഒന്നുകൂടി പറയുന്നു. ഓരോ പ്രാർത്ഥനാ വിഷയവും നമ്മുടെ ജീവിതത്തിൻ്റെ 3 മേഖലകളിൽ വിടുതലുകളായി പരിണമിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ്, ഒരു പ്രാർത്ഥന ഇന്റേണലി നമ്മൾക്ക് ഒരു വിടുതൽ ഉണ്ടാക്കുന്നതായിരിക്കണം. നമുക്കൊരു വാക്യം വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. നമ്മൾ പ്രാർത്ഥനാ വിഷയമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ പ്രാർത്ഥനാ വിഷയം ഏത് വിഷയമാണോ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആകുലതകളും പ്രയാസങ്ങളും പരിഭവങ്ങളും ഒക്കെ ആയിരിക്കും ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ അസമാധാനം നിറഞ്ഞൊരു മനസ്സുമായിട്ട് കർത്താവിൻ്റെ സന്നിധി ഇരിക്കാൻ ആണെങ്കിൽ തുടർന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ഒന്നാമത്തെ മേഖല ഏതാണ്? വിടുവിക്കപ്പെടേണ്ടത് ഇന്റേണൽ വിടുതൽ നടക്കണം. ഈ ഇന്റേണൽ വിടുതലിനെ ഞാൻ എളുപ്പമായി വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ആദ്യത്തെ വാചകത്തിൽ ഇങ്ങനെ പറയുന്നു: എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ എന്ത് ചെയ്യും? കാക്കും. അപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആ പ്രാർത്ഥനാ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ആകുലതകളും അല്ല നമുക്ക് വേണ്ടത്. സമാധാനം നിറഞ്ഞൊരു മനസ്സ് നമുക്ക് വേണം. എങ്കിൽ മാത്രമേ ആ പ്രാർത്ഥനാ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് മുന്നേറാൻ നമുക്ക് കഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ പ്രാർത്ഥനകളെയൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് നമ്മൾ പോകും. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത് നമുക്ക് ഇന്റേണലി നടക്കേണ്ട വിടുതലിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് വേണ്ടതൊരു സമാധാനം നിറഞ്ഞ മനസ്സാണ്. ആ സമാധാനം നിറഞ്ഞ മനസ്സുണ്ടെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഇനി രണ്ടാമത്, ആ ഇന്റേണൽ വിടുതലിൻ്റെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൃത്യമായൊരു ക്ലാരിറ്റി നമുക്ക് വേണം. ഈ ക്ലാരിറ്റി പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മറുപടിയെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി അല്ല, മറിച്ച് ഈ പ്രാർത്ഥനാ വിഷയത്തെ കുറച്ചുകൂടി ആഴത്തിൽ കൊണ്ടുപോകാൻ മുൻപോട്ടൊരു സ്റ്റെപ്പും കൂടി എടുത്തു വെക്കുവാനുള്ള ഒരു ക്ലാരിറ്റി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാപിക്കണം. അടുത്തത്, ഞാൻ അധികം ഒത്തിരി വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തത്, ഒരു കൺവിക്ഷൻ നമുക്ക് വേണം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഒരു പകുതി വിശ്വാസത്തോടെ, പാതി വിശ്വാസത്തോടെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ കഴിയില്ല. ഒരു ഉറച്ച വിശ്വാസം നമുക്ക് വേണം. അന്ധമായി കർത്താവിനെ വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. ആ ഏത് വിഷയമാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്? തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള വിഷയമാണ്. തലമുറകൾ വിടുവിക്കപ്പെടും എന്നുള്ള അതിയായ വിശ്വാസം, അമിതമായ വിശ്വാസം, അന്ധമായ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. തീർച്ചയായിട്ടും വിടുവിക്കപ്പെടും എന്നുള്ള വിശ്വാസം. എൻ്റെ പ്രാർത്ഥന, നമ്മളിങ്ങനെ ഈ മെസ്സേജുകളൊക്കെ കേൾക്കുമ്പോൾ, ഈ മെസ്സേജുകൾ ഓരോരുത്തരുടെ ഉള്ളങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ, ഈ മെസ്സേജ് ആദ്യം ദൈവം എൻ്റെ ഉള്ളത്തോടെ ഇടപെട്ടത്. അതുകൊണ്ട് ഈ കേൾക്കുന്ന ഓരോരുത്തരും, കർത്താവെ, ഇതുപോലെ വിടുതലുകൾ ഉണ്ടായി പ്രാർത്ഥിപ്പാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ മെസ്സേജിലെ കേൾക്കാം. ദൈവനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ ഒന്നാമത്തേത്, നമ്മുടെ ഉള്ളിൽ ഒരു സമാധാനം വേണം. 2, തുടർന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടണം. 3, ഒരു കൺവിക്ഷൻ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. 100% എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളിലും ഒരു വിടുതൽ നടക്കുമ്പോൾ ഒരു ഇന്റേണൽ വിടുതൽ നമ്മുടെ ഉള്ളിൽ പൂർണ്ണമായും എന്ത് ചെയ്യും? നടക്കാനിടയായിത്തീരും. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മറുപടിയെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും നമ്മളായിരിക്കുന്നത്. അങ്ങനെ നടന്നിട്ട് കാര്യമില്ല. കർത്താവിന് ആ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടിയായിട്ട് മാത്രം നമ്മുടെ ഉള്ളിൽ തന്നുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നതുകൊണ്ട്
നമ്മൾ ആ മറുപടി ഇങ്ങനെ ഏറ്റെടുക്കും, നമ്മൾ നമ്മളുടെ വഴിക്ക് എന്ത് ചെയ്യും, പോകും. പക്ഷെ കർത്താവിന് നമ്മളെ അങ്ങനെ വിടാൻ കഴിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഓരോ പ്രാർത്ഥനകളും ഒന്നാമതായിട്ട് നമുക്ക് തന്നെ ഇന്റേണലി ഒരു വിടുതൽ ഉണ്ടാക്കുവാൻ ഇടയായിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത് നമ്മളെ സഹായിക്കട്ടെ. അടുത്ത രണ്ടാമത്തെ ഒരു പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു റിലേഷണൽ റിസൾട്ട് നമുക്കുണ്ടാകണം, അല്ലെങ്കിൽ ഒരു റിലേഷണൽ വിടുതൽ നമുക്കുണ്ടാകണം. ഒരു വാക്യം വായിക്കാം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. ഞാൻ പറഞ്ഞു, രണ്ടാമതുണ്ടാകേണ്ട ഒരു വിടുതൽ ഒരു റിലേഷണൽ വിടുതലാണ് രണ്ടാമതുണ്ടാകേണ്ടത്. എന്താണ് ഈ റിലേഷണൽ വിടുതൽ? ഇവിടെ ഞാൻ കർത്താവിൻ്റെ മുന്നിലായിരിക്കുമ്പോൾ ഞാനും കർത്താവുമായിട്ടാണ് ബന്ധമുള്ളത്. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതൊരു പ്രാർത്ഥന മാറ്റർ ആയിക്കോട്ടെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ, ആ പ്രാർത്ഥനാ വിഷയം കൊണ്ടുവരുന്നതിന് മുൻപ് നമ്മുടെ ലൈഫ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും പാപപ്രവൃത്തികൾ ചെയ്തിട്ടാണോ, നമ്മുടെ ചിന്തകൾ എങ്ങനെയായിരുന്നു, ഞങ്ങളുടെ പ്രവൃത്തികൾ എങ്ങനെയായിരുന്നു, നമ്മളുടെ കൊടുക്കൽ വാങ്ങലുകൾ എങ്ങനെയായിരുന്നു, ഇതൊക്കെ അവിടെ ബാധകമാണ്. എന്തും ചെയ്തിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാ വിഷയവുമായിട്ട് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമുക്ക് ഇരിക്കാൻ കഴിയില്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് രണ്ടാമത് വിടുവിക്കപ്പെടേണ്ട ഒരു മേഖലയാണ് ഈ റിലേഷൻഷിപ്പിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിന് എന്തെങ്കിലും പോരായ്മകളോ വിള്ളലുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനെ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രോസസ്സ്, അല്ലെ രണ്ടാമത്തെ ഒരു വിടുതൽ. അതാണ് ഈ റിലേഷണൽ വിടുതൽ. അതിൻ്റെ ഒന്നാമത്തെ ഒരു പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു റീസ്റ്റോറേഷൻ നടക്കണം. ആ തകർന്നിരിക്കുന്ന ആ ഒരു ബന്ധത്തെ, അല്ലെങ്കിൽ തകർന്നിരിക്കുന്ന നമ്മളുടെ മനസ്സിനെ, വികൃതമായിട്ടിരിക്കുന്ന നമ്മളുടെ മനസ്സിനെ ഒന്ന് റീസ്റ്റോർ ചെയ്തിട്ട് കർത്താവിന് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ വസിക്കാനുള്ള ഒരു ഇടം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതിന് ഒരു റീസ്റ്റോറേഷൻ ആവശ്യമാണ്. അടുത്തത്, കർത്താവുമായിട്ട് ഈ ഒരു റീസ്റ്റോറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവുമായിട്ടൊരു നല്ല ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ കഴിയണം. രണ്ടാമത്, ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഇനിയും അടുത്തൊരു പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു ക്ലെൻസിങ് നമ്മുടെ ഉള്ളിൽ നടക്കണം. ഒന്നുകൂടെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം എന്താണ് നടക്കേണ്ടത്? ഒരു റീസ്റ്റോറേഷൻ നടക്കണം. അത് കഴിഞ്ഞ് ആ റിലേഷൻഷിപ്പ് ഒന്നും ബിൽഡ് ആകണം. ഇനി എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിച്ചുകൊണ്ട്, നമ്മുടെ ക്ലെൻസ് ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ തുടർന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മുന്നേ പറഞ്ഞതുപോലെ ഇതൊന്നുമില്ലെങ്കിൽ ഈ പ്രാർത്ഥന ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, അതിന് വിടുതലുണ്ടാകത്തുമില്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യും? മടുപ്പുള്ളവരായിട്ട്, അല്ലെങ്കിൽ നമ്മളാകെ പേഷ്യൻസ് ഒക്കെ നമ്മുടെ നഷ്ടപ്പെട്ട് ഈ പ്രാർത്ഥന പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യും. ദൈവത്തിന് അങ്ങനെ നമുക്ക് റിസൾട്ട് ചുമ്മാ കയ്യിലെടുത്ത് തരാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത് വിടുവിക്കപ്പെടേണ്ട മേഖല എന്ന് പറയുന്നതാണ് ഒരു റിലേഷണൽ വിടുതൽ. ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് ഞാൻ പോവുകയാണ്. മൂന്നാമത്തേത് എക്സ്റ്റേണൽ റിസൾട്ട്. ഈ എക്സ്റ്റേണൽ റിസൾട്ടിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വിടുതൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ അല്പമായിട്ട് ഞാനൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം എല്ലാവർക്കും കാണാപ്പാടായിട്ടുള്ളൊരു വാക്യം: യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്: ആസ്ക്, സീക്ക് ആൻഡ് നോക്ക്. ഈ 3 വാക്കുകളും പലപ്പോഴും നമ്മൾ ഒരു നിസ്സാര, അല്ലെങ്കിൽ ആസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ചോദിക്കുക. സീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അന്വേഷിക്കുക. നോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? മുട്ടുക. ഈ വാക്കിൻ്റെ ഈ ഒരു രീതിയിൽ മാത്രം അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ആ ഒരു ഡീപ്പർ ലെവലിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെന്ന് പ്രാർത്ഥിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്താ പറയുന്നത്? യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ആസ്ക്, ഈ ചോദിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ വെറുതെ അങ്ങ് ചോദിക്കുമല്ല കർത്താവിൻ്റെ സന്നിധി. ദൈവമേ എനിക്ക് ഇന്നത് തരണമേ, കർത്താവ് ഈ ഒരു വിഷയം ഒരു വലിയ വിഷയമാണല്ലോ, കർത്താവിന് എനിക്ക് അങ്ങ് മറുപടി തന്നേക്ക്, ആ ഒരു മനോഭാവത്തോടെയല്ല, മറിച്ച് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാ വിഷയത്തോട് കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ, ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്കുണ്ടാകേണ്ട ഒരു മനസ്സിലാക്കലുണ്ട്. അതായത് ഐ ആം നോട്ട് മൈ പ്രൊവൈഡർ. ആ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഞാനല്ല എൻ്റെ പ്രൊവൈഡർ, കർത്താവാണ് എൻ്റെ പ്രൊവൈഡർ. ആ ഒരു വിശ്വാസത്തോടെ വേണം കർത്താവിൻ്റെ സന്നിധിയിൽ ചോദിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? നമുക്ക് പോസിബിളായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ചോദിക്കും, കിട്ടിക്കഴിഞ്ഞില്ലെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ എന്ത് ചെയ്യും? മാറിപ്പോകും. കാരണം പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെങ്കിൽ
ഒരു കാര്യത്തിനും എന്നെ കൊണ്ട് കഴിയില്ല, ഐ ആം നോട്ട് മൈ പ്രൊവൈഡർ. പക്ഷെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ആ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഞാനല്ല എൻ്റെ പ്രൊവൈഡർ എന്നുള്ളൊരു വിശ്വാസം. ആ രീതിയിൽ മാത്രമേ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാ വിഷയത്തെ നമ്മൾ ചോദിക്കാവൂ. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും, എൻ്റെ കഴിവ് കൊണ്ടൊക്കെ അവർ വിടുവിക്കപ്പെടും, എൻ്റെ കഴിവ് കൊണ്ട് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരും. അങ്ങനെയല്ല, നമുക്ക് ഒന്നിനും കഴിയില്ല, കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന് മാത്രമേ അവിടെ വിടുതൽ തരാൻ കഴിയുള്ളൂ എന്നുള്ള വിശ്വാസത്തോടെ വേണം കർത്താവിനോട് നമ്മൾ ചോദിക്കാൻ. രണ്ടാമത് സീക്ക്, എന്താ? അന്വേഷിക്കുക. നമ്മൾ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ കർത്താവിനെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നഷ്ടപ്പെട്ട് അതിനെ നമ്മൾ തിരയുന്ന ഒരു ലാഘവത്തോടെ അല്ല കർത്താവിനെ നമ്മൾ അന്വേഷിക്കേണ്ടത്. മറിച്ച് ഈ സീക്ക് എന്ന് പറഞ്ഞ ഗ്രീക്ക് വേർഡിൻ്റെ യഥാർത്ഥ മീനിങ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ്ലി പെർസ്യൂയിങ് എ പേഴ്സൺ, നോട്ട് സെർച്ചിങ് ഫോർ ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു വ്യക്തിത്വത്തെ എന്താ പറയുന്നത്, നിരന്തരമായിട്ട് പിന്തുടരുക. ആ ഒരു പ്രാധാന്യത്തോടെ വേണം കർത്താവിന് നമ്മൾ എന്ത് ചെയ്യാൻ? അന്വേഷിപ്പാൻ. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ എന്താണ്? സീക്ക്. ഇനിയും മൂന്നാമത്തേത് നോക്ക്. നോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ആരുടെയെങ്കിലും ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നോക്ക് ചെയ്യുന്നൊരു ലിമിറ്റ് ഉണ്ടല്ലേ. നമ്മൾ 1 നോക്ക് ചെയ്തു, 2 നോക്ക് ചെയ്തു, 3 നോക്ക് ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ എന്നിട്ടും നമുക്ക് നമ്മുടെ മുന്നിൽ ആ വാതിൽ തുറക്കപ്പെട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് പോകും. അല്ല, നമ്മുടെ പേഷ്യൻസ് അവിടെ തീർന്നു എന്ന് മാത്രമല്ല, നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നൊരു ലിമിറ്റ് ഉണ്ട്. എന്നാൽ കർത്താവിൻ്റെ മുന്നിൽ നമ്മൾ നോക്ക് ചെയ്യുമ്പോൾ അണ്ടിൽ വി ഗെറ്റ് ദ റിസൾട്ട്, ആ സമയം വരെ നമ്മൾ നോക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ കർത്താവിനോട് ചോദിക്കുന്നതിനൊരു രീതിയുണ്ട്, കർത്താവിനെ അന്വേഷിക്കുന്നതിനൊരു രീതിയുണ്ട്, കർത്താവിനോട് മുട്ടുന്നതിനൊരു രീതിയുണ്ട്. എല്ലാത്തിലും ആത്മാർത്ഥത അത്രമേൽ നമുക്ക് ആവശ്യമാണ്. അതിൽ യഥാർത്ഥത്തിൽ ആ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കണം. അങ്ങനെ ഈ പ്രോസസ്സ്, ഒന്നാമത്തത് ഒരു ഇൻറ്റേർണൽ വിടുതൽ, ഞാൻ പല പോയിന്റുകൾ അതിനകത്ത് പറഞ്ഞു. രണ്ടാമത് ഒരു റിലേഷണൽ വിടുതൽ, മൂന്നാമത് ഒരു എക്സ്റ്റേണൽ വിടുതൽ. ഈ 3 മേഖലകളും കംപ്ലീറ്റായി ആ ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് സംഭവിക്കുമ്പോൾ കർത്താവ് നമ്മളുടെ മുന്നിൽ നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തെ ഇങ്ങനെ വെച്ച് നീട്ടും. അപ്പോൾ നമുക്ക് ലഭിക്കുന്നൊരു സന്തോഷമുണ്ട്, ഒരു സംതൃപ്തിയുണ്ട്. അത് നമ്മൾ വെറുതെ ചോദിച്ചു വാങ്ങിയിട്ട് ലഭിക്കുന്നൊരു പ്രാർത്ഥനാ വിഷയം പോലെ അല്ല. ഈ പ്രോസസ്സിൽ കൂടി നടന്നു പോയൊരു പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി നമുക്ക് അവസാനം ലഭിക്കുമ്പോൾ നമ്മുടെ ഉള്ള് കർത്താവിനോട് കൂടുതൽ പറ്റിച്ചേരാനിടയാകും, കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാനിടയായിത്തീരും, കർത്താവിനോടുള്ള വിശ്വാസം കുറച്ചധികമായി കൂടുതലായി വർദ്ധിക്കുവാനിടയായിത്തീരും. അങ്ങനെ പോരെ. അതിന് പകരം വിഷയത്തിന് വേഗം മറുപടി പ്രാപിച്ചിട്ട് നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിന് പോകുന്നതാണോ വേണ്ടത്? അല്ല. അതുകൊണ്ട് അങ്ങനെ വിടുതലുകളെ നേടിയെടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു വാക്യം കൂടെ ഞാനത് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 9 മുതൽ 11 വരെ. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. നിങ്ങളൊന്ന് ആ വാക്യം ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. ദോഷികളായ നമ്മളുടെ മക്കൾക്ക്, അതായത് ഒരു സാധാരണ മനുഷ്യനാണ് നമ്മൾ, ആ മനുഷ്യൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ടത്, മകൻ ചോദിച്ചാൽ കൊടുക്കേണ്ടത് എന്താണെന്ന് മനുഷ്യനായി എനിക്കറിയാമെങ്കിൽ ദൈവത്തിന് അറിയില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവം മറുപടി തരും. ദൈവത്തിൻ്റെ ഹിതമല്ലെങ്കിൽ ഈ പ്രോസസ്സിൽ കടന്നു പോകുന്നൊരു പ്രാർത്ഥനയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കർത്താവിനോട് ചോദിക്കില്ല. അപ്പോൾ വളരെ ആത്മാർത്ഥതയോടുള്ള പ്രാർത്ഥന, ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന, ദൈവത്തോട് കൂടുതൽ പറ്റിച്ചേരാനിരിക്കുന്നൊരു പ്രാർത്ഥന, അങ്ങനെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും വളരെ ആത്മാർത്ഥതയുള്ളതായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നെ ഇത്രയും നേരം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ബ്ലെസ്സിങ് ആയിട്ട് തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മുടെ തലമുറകളെ വിടുവിക്കട്ടെ. ആ തലമുറകളെ വിടുവിക്കട്ടെ എന്നല്ല, അങ്ങനെയല്ല നമ്മൾ പ്രാർത്ഥനാ വിഷയം കർത്താവിൻ്റെ സന്നിധിയിൽ വെക്കേണ്ടത്. മറിച്ച് ആ തലമുറകൾ, വിടുവിക്കപ്പെടുന്ന തലമുറകൾ നാളെ നെടും തൂണായിട്ട് നിന്ന് അവർ അനേക തലമുറകളെ, അനേക ആൾക്കാരെ ദൈവത്തിങ്കിലേക്ക് നേടാൻ തക്കവണ്ണം പ്രാപ്തി ഉള്ളവരായിട്ട് അവർ തീരണം. ആ ഒരു രീതിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥനാ വിഷയത്തെ സമർപ്പിക്കാൻ
ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.